വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. അപ്പോൾ നമ്മുടെ ഓണം സീരീസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഓണം ഈസി മേക്കപ്പ് ഒക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ഞാൻ ഡ്രേപ്പ് ചെയ്തിരിക്കുന്നത് ഇത് ലേബൽ അനുരാധ നായർ എന്ന് സ്റ്റിച്ച് ചെയ്ത ബ്ലൗസ് ആണ്. അതിനോടൊപ്പം ഞാൻ ഇപ്പോൾ ഡ്രേപ്പ് ചെയ്തിരിക്കുന്ന ഈ ഒരു സാരീൻ്റെ ഫുൾ ലുക്ക് ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മുടെ എന്താ പറയുക, ഓണം കളക്ഷൻ, ദാറ്റ് ഈസ് ഓണം എഡിറ്റ് 2025 ഒരു നാഗപടം മോട്ടിഫ് വരുന്ന സാരിയാണ്. ഉപ്പട സിൽക്കിലാണ് ഈ ഒരു സാരി ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് ഹാൻഡ് വർക്ക് ആണ്. ഇതുപോലുള്ള നാഗപടം മോട്ടിവ്സ് ആണ് ഈ സാരി കംപ്ലീറ്റ് ആയിട്ട് ഹാൻഡ് എംബ്രോയിഡറി ചെയ്തെടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്നാലും നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ബേസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഈ എസ്റ്റൽ ഓർഡറിന്റെ ഈ ഒരു ക്രീമാണ് ഞാൻ മോയ്സ്ചറൈസർ ആയിട്ട് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഞാൻ എന്റെ ഫേസിലേക്ക് ഡോട്ട് ചെയ്ത് കൊടുത്തിട്ട് അപ്ലൈ ചെയ്യുവാണ്. ഓക്കെ, അതിനോടൊപ്പം ഞാൻ എൻ്റെ ലിപ്സിനെ കുറച്ച് മോയ്സ്ചറൈസ് ചെയ്യാൻ പോവാണ്. അതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു റാസ് ലക്ഷറിയുടെ സൂപ്പർ പ്ലം ലിപ്പ് ഓയിൽ ഗ്ലോസ് ആണ്. ഈ ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വളരെയധികം ട്രെൻഡിങ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ്. ഇപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രം ലുലു മോളിൽ റാസ് ലക്ഷറിയുടെ, ഇത് പ്രൊമോഷൻ അല്ല, പക്ഷെ റാസ് ലക്ഷറിയുടെ സ്റ്റോർ വന്നിട്ടുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. റാസ്ബെറി ഗ്ലോ എന്ന് പറയുന്ന ഷെയ്ഡാണ് ഞാൻ ചൂസ് ചെയ്തത്. ഇതൊരു പ്ലംപിംഗ് ഓയിൽ അല്ലേ, അപ്പൊ ഇട്ടതിന് ശേഷം ചെറിയൊരു ഒരു ഇച്ചി ഫീലിംഗ് നമുക്ക് തോന്നും. അപ്പോൾ അത് നാച്ചുറൽ ആണ് കേട്ടോ. അപ്പൊ അതിന്റെ ആ കണ്ടന്റ് അങ്ങനെയാണ്. അപ്പൊ ഏതായാലും അത് കഴിഞ്ഞു. ഇനി ഞാൻ ഒരു സ്ട്രോക്ക് ക്രീം അപ്ലൈ ചെയ്യാൻ പോവാണ്. ഞാൻ മാക്കിന്റെ സ്ട്രോക്ക് ക്രീമാണ് അപ്ലൈ ചെയ്യുന്നത്. എൻ്റെ ഒരു ഫേവറേറ്റ് സ്ട്രോക്ക് ക്രീം എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് മാക്ക് തന്നെയാണ്. ഇനി എത്ര സ്ട്രോക്ക് ക്രീം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും മാക് ഈസ് മൈ ഓൾ ടൈം ഫേവറേറ്റ്. അപ്പോൾ മാക്കിൻ്റെ ഈ ഒരു സ്ട്രോക്ക് ക്രീം പിങ്ക് ലൈറ്റ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ് കേട്ടോ, പിങ്ക് ലൈറ്റ്. അപ്പോൾ ഒരു ഡ്രോപ്പ് ഞാൻ എടുത്തു, ഒരുപാട് എടുക്കുന്നില്ല, ഒരു ഡ്രോപ്പ് എടുത്തു. ഇതിന് ഭയങ്കര ഫിനിഷാണ്, ഭയങ്കര നല്ല ഫിനിഷിംഗ് ഉള്ളൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇതെടുത്തു. ഞാൻ ഈ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. കൈ കൊണ്ട് അപ്ലൈ ചെയ്താലും മതി, പക്ഷേ നോർമലി സ്ട്രോക്ക് ക്രീം എടുക്കുമ്പോൾ ഞാൻ ബ്രഷ് യൂസ് ചെയ്യാറുണ്ട്. ഇനി ഫൗണ്ടേഷൻ ആയിട്ട് ഞാൻ അപ്ലൈ ചെയ്യുന്നില്ല, ഞാനൊരു ടിന്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്നത് ലൊറിയാൽ പാരിസിന്റെ ഈ ഒരു ടിന്റഡ് സീറം ആണ്. അപ്പോൾ ഇത് രണ്ട് ടിന്റഡ് സീറം എൻ്റെ കയ്യിലുണ്ട്. ഇതിൽ ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത് 3 to 4 ലൈറ്റ് മീഡിയം ആണ്, മറ്റൊന്ന് 4 to 5 മീഡിയം. ഈ രണ്ട് ഷെയ്ഡും കൂടി ബ്ലെൻഡ് ചെയ്ത് വരുന്നതാണ് എൻ്റെ ഷെയ്ഡ്. എൻ്റെ ഒരു പെർഫെക്റ്റ് ഷെയ്ഡ് അതാണെന്ന് എനിക്ക് തോന്നി. ഈ ഒരു 3 to 4 ലൈറ്റ് മീഡിയം ഞാൻ അത് മാത്രം യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരുപാടൊരു ഫെയർ, ഭയങ്കര ഒരു വെളുത്തിരിക്കുന്ന ഒരു സൈഡിലോട്ട് പോകും. അപ്പോൾ എനിക്ക് എൻ്റെ സ്കിൻ ടോൺ വേണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ മീഡിയം കൂടി മിക്സ് ചെയ്തിട്ട് ചെയ്യാറ്. അപ്പോൾ ആദ്യം രണ്ടും ഞാൻ എൻ്റെ കയ്യിലെടുക്കുന്നു, ഞാൻ അപ്ലൈ ചെയ്യാണ്. ഇത് ടിന്റഡ് സീറം അല്ലേ, അപ്പോൾ അത്ര കവറേജ് ഉള്ള ഒരു ഇതല്ല, മീഡിയം കവറേജ് തന്നെയാണ്. ഈ ലൈറ്റ് ഞാനിവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. നേരത്തെ യൂസ് ചെയ്ത ബ്രഷ് തന്നെ യൂസ് ചെയ്തിട്ട് ഞാനൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇനി ഞാനൊരു ബ്യൂട്ടി ബ്ലെൻഡിങ് സ്പഞ്ച് യൂസ് ചെയ്തിട്ട് എല്ലാം ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇനി ഞാൻ എൻ്റെ ഐസിൻ്റെ ഏരിയ ഒന്ന് കൺസീൽ ചെയ്യുന്നു. അതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു മെബിലിൻ ന്യൂയോർക്കിൻ്റെ ഫിറ്റ് മീ കൺസീലറാണ്. ഇത് യൂസ് ചെയ്തതിൻ്റെ എക്സ്പയറി കഴിഞ്ഞതുപോലെ എനിക്കറിയില്ല, ഞാൻ ഇതാണ് കൂടുതൽ യൂസ് ചെയ്യാറ്. അപ്പോൾ ഇതിൽ രണ്ട് ഷെയ്ഡാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്, ഒന്ന് 20 and 25. ഈ രണ്ട് ഷെയ്ഡും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ആദ്യം ഞാൻ 25 എടുത്തു, അപ്ലൈ ചെയ്യുന്നു. എന്നിട്ട് 20 എടുക്കുന്നു, ഒന്ന് ലൈറ്റായിട്ട് 2 ഡോട്ട് ഇട്ട് കൊടുക്കുന്നു. ഇനി ഞാനെൻ്റെ കൺസീലർ ബ്ലെൻഡിങ് ബ്രഷ് എടുക്കുന്നു, എന്നിട്ടൊന്ന് പുഷ് ചെയ്ത് കൊടുക്കുന്നു. ഇനി ഞാൻ നെക്സിൻ്റെ ഈ ഒരു ഫിനിഷിംഗ് പൗഡർ എടുത്തു. ഈ പൗഡർ ഇതൊരു ലൂസ് പൗഡറാണ് കേട്ടോ. അപ്പോൾ ലൂസ് പൗഡർ യൂസ് ചെയ്തിട്ട് ഞാൻ എൻ്റെ അണ്ടർ ഐ ഒന്ന് സെറ്റ് ചെയ്യാൻ പോവാണ്. ബേക്ക് ചെയ്യാണെന്ന് വേണമെങ്കിലും പറയാം. ഞാൻ ഈ പാക്കിൻ്റെ ട്രയാങ്കിൾ പഫ് എടുത്തിരിക്കുകയാണ്. എന്നിട്ട് ആവശ്യമുള്ള ക്വാണ്ടിറ്റി എടുക്കുക, എന്നിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ കൂട്ടത്തിൽ ചെറുതായിട്ടൊന്ന് ബാക്കി സ്ഥലങ്ങളിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരു 2 minutes ഇങ്ങനെ വച്ചതിന് ശേഷം ഒരു പഫ് ബ്രഷ് എടുക്കുക, എന്നിട്ട് അതിനെ തുടച്ചു കളയാം. ഇനി ഞാൻ എൻ്റെ ഐ മേക്കപ്പ് ബാക്കി ചെയ്യാൻ പോവാണ്. ഇപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ ഒരുപാട് ഇങ്ങനെ പെയിലായിട്ടിരിക്കുന്ന പോലെ തോന്നും, പക്ഷെ പേടിക്കണ്ട.
നമ്മൾ ഈ ഫൗണ്ടേഷനും കാര്യങ്ങളും എല്ലാം ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ ഫേസ് ഇങ്ങനെ ഇരിക്കത്തുള്ളൂ. ഇനി നമ്മൾ പതുക്കെ പതുക്കെ ഓരോ ഫീച്ചേഴ്സ് ആയിട്ട് ഡിഫൈൻ ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് ആ ഫുൾ ഫിനിഷ്ഡ് ലുക്ക് നമുക്ക് അറിയാൻ പറ്റുക. ഓക്കെ, അപ്പൊ ഇനി ഐബ്രോസ് ഡിഫൈൻ ചെയ്യാനുണ്ട്, ഐ മേക്കപ്പ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, ബ്ലഷ് അപ്ലൈ ചെയ്യാനുണ്ട്, ലിപ്സ്റ്റിക് ഇടാനുണ്ട്. അപ്പൊ അതൊക്കെ കഴിയുമ്പോഴത്തേനും ഒരു ഫുൾ പിക്ചർ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. അപ്പൊ ഞാൻ ഇപ്പൊ യൂസ് ചെയ്യാൻ പോകുന്നത് മെബിലൈനിന്റെ ലെമനേഡ് ക്രേസ് എന്ന് പറയുന്ന ഈ ഒരു പാലറ്റ് ആണ്. അതിലൊരു ഐസ് പോപ്പ് എന്ന് പറഞ്ഞ ഒരു പിങ്ക് ഷെയ്ഡ് ഉണ്ട്, അതാണ് ഞാൻ ഇപ്പൊ യൂസ് ചെയ്യുന്നത്. ഒരു ബ്രഷ് എടുക്കുക, എന്നിട്ട് ഐലിഡ്സിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു ബ്ലെൻഡിങ് ബ്രഷ് യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ കെ ബ്യൂട്ടിയുടെ ഈ ഒരു സൺകിസ്ഡ് പാലറ്റ് എടുക്കുവാണ്. അതിൽ നിന്നും ഞാനൊരു ഷാംപെയിൻ ഷെയ്ഡ് എടുക്കുന്നു, ഗ്ലിറ്റർ ഷെയ്ഡാണ്. എന്നിട്ട് ഈ സെന്റർ വെച്ചിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. ഇനി നമ്മൾ വീണ്ടും ഈ മെബിലൈന്റെ പാലറ്റ് എടുക്കുന്നു. ഇതിൽ ഓൾഡ് ഫാഷൻഡ് എന്ന് പറയുന്ന ഈ ഒരു ഷെയ്ഡ് ഉണ്ട്, ഒരു ബ്രൗണിഷ് ഷെയ്ഡാണ് കേട്ടോ. അതെടുക്കുക, എന്നിട്ട് വാട്ടർ ലൈനിന്റെ താഴെയായിട്ട് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന ഒരു കാജലാണ്. ഇത് ലോറിയാലിന്റെ കാജലാണ്, ഇതെന്റെ ഒരു ഫേവറേറ്റ് കാജലാണ്. ബാക്കിൽ ഇതിന് ഒരു സ്മഡ്ജിങ് ബ്രഷ് ഉണ്ട്, ഒരു സ്പഞ്ച് പോലെയാണ് ഇരിക്കുന്നത് കേട്ടോ. അത് വെച്ചിട്ട് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. ഇനി മസ്കാര യൂസ് ചെയ്യാണ് ഞാൻ. ഈ റിമൽ ലണ്ടന്റെ മസ്കാരയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾക്ക് ഒന്ന് ബ്രോസ് ഡിഫൈൻ ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ലോറിയാൽ പാരിസിന്റെ ട്രയാങ്കുലർ ബ്രോ ഡിഫൈനിങ് പെൻസിലാണ്. ആദ്യം താഴേക്ക് സ്പൂലി ബ്രഷ് യൂസ് ചെയ്തിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അപ്ലൈ ചെയ്ത് കൊടുക്കുക, ഫിൽ ചെയ്ത് കൊടുക്കുക. ഇനി ബ്ലഷും അപ്ലൈ ചെയ്യണം, ലിപ്സ്റ്റിക്കും അപ്ലൈ ചെയ്യണം. ആ രണ്ട് ജോലി മാത്രമേ ഉള്ളൂ. അതിനായിട്ട് ഞാൻ എടുക്കുന്ന ലോറിയാലിന്റെ ഈ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്. ഇത് 225 ഐ ഗ്രാസ്പ് എന്ന് പറയുന്ന ഷെയ്ഡാണ്. ഞാൻ ആദ്യം കയ്യിൽ അപ്ലൈ ചെയ്യുന്നു. എന്നിട്ട് ഞാൻ എന്റെ 24K ഓയിൽ എടുക്കുന്നു, നൈക്കയുടെ. സ്വന്തമായിട്ട് ഞാനൊരു ബ്ലഷ് ഉണ്ടാക്കുന്നു. എന്നിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു, ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നു. ഇനി ഞാൻ അതേ സെയിം ഷെയ്ഡ് എടുക്കുന്നു, എന്നിട്ട് ലിപ്സിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നു. അങ്ങനെ മേക്കപ്പ് കഴിഞ്ഞു, ആക്സസറീസും ഞാൻ ഇട്ട് കഴിഞ്ഞു. ദാറ്റ് ഈസ് ഞാൻ ആഭരണത്തിൽ നിന്നും ഉള്ള ഒരു ബ്യൂട്ടിഫുൾ ഇൻവിസിബിൾ പാലക്ക നെക്ലസ് ആണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഉള്ള ഈ ഒരു സ്റ്റഡ്, പാലക്ക സ്റ്റഡാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. പൊട്ട് വെച്ചു, എല്ലാം കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ് ഒരു ഓണം വൈബായി കഴിഞ്ഞു. അപ്പൊ ഇത് നമ്മുടെ ഓണം തീമിൽ വരുന്ന സാരി തന്നെയാണ്. അത് കാരണമാണ് ഞാൻ ഇന്ന് ഇത് ചൂസ് ചെയ്തത് നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ലുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇതുപോലത്തെ ഒരുപാട് നല്ല മേക്കപ്പ് ട്യൂട്ടോറിയൽസും ടിപ്സ് ആൻഡ് ട്രിക്സ് എല്ലാം കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. അതിനോടൊപ്പം തന്നെ എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും കൂടി ഫോളോ ചെയ്യുക ഫോർ ഡെയിലി അപ്ഡേറ്റ്സ്. അപ്പോൾ എന്തായാലും സന്തോഷം, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ, ടേക്ക് കെയർ.